അഡ്വക്കേറ്റ് PM നിയാസിലേക്ക് കേണൽ എസ് ഡിന്നിയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഒന്ന് പ്രതിഷേധം ആവാം, പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇത് BJPയുടെ പരിപാടിയായിരുന്നില്ല, ഭാരതത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു. ഭാരതം വളരെ പ്രതീക്ഷയോടെ ആസ്പിറേഷനോട് കൂടി നടത്തുന്ന പരിപാടി. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ കോട്ട, നമ്മുടെ ഷെയർ കുറവായിരിക്കാം, പക്ഷേ അത് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം, ഒരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലോഞ്ച് പാഡായിരുന്നു ഇത്. അവിടെ പ്രതിഷേധം വേണ്ടിയിരുന്നോ? ഇങ്ങനെ വേണമായിരുന്നു. ഭാരതം US-മായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു, അതിൽ പ്രതിഷേധം പാർലമെൻറ്റിലാകാം, പുറത്താകാം. രണ്ട്, കോൺഗ്രസിനെ കുറിച്ച് ഉയർത്തിയ വിമർശനം കൂടി അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയ താല്പര്യവും കുടുംബ താല്പര്യവും മാത്രമാണ് സംരക്ഷിക്കാൻ എന്നും വ്യഗ്രത കാട്ടിയിട്ടുള്ളത്. അങ്ങയുടെ മറുപടി? നമുക്ക് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ ആൾക്കും അവരവരുടെ രീതിക്കനുസരിച്ച് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ള സ്ഥലമാണ്. ഇവിടെ കേരള ഡിന്നി തന്നെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഒരിക്കലും അങ്ങനെ ഒരു അവകാശവാദം ചെയ്യാൻ പാടില്ലായിരുന്നു. താങ്കൾ പറഞ്ഞത് ഞാൻ വീണ്ടും മറിച്ച് ചോദിക്കുകയാണ്. ഇത് BJPയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തിയ കാര്യമല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു പവലിയനാണ്. ആ പവലിയനുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൽഗോഷ്യസ് യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു യൂണിവേഴ്സിറ്റി. ഞാൻ ഇടപെടുന്നതല്ല, പക്ഷേ ഗൽഗോത്തിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു എക്സ്പോ നടന്നു. ഇതിനോടനുബന്ധിച്ച് മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു. അത് 19-20 AI ഇമ്പാക്ട് സമ്മിറ്റിൻ്റെ ഹൈലൈറ്റ്. ലോക നേതാക്കൾ പങ്കെടുത്തെങ്കിൽ അതിന് മുമ്പ് തന്നെ തിങ്കളാഴ്ച തന്നെ അവിടെ ഈ എക്സ്പോ തുടങ്ങിയിരുന്നു. ഈ എക്സ്പോയിൽ പലരും നമ്മുടെ ഒരു പ്രദർശനമാണ്. അവിടെ ബുക്ക് ചെയ്ത് പങ്കെടുത്ത പല പാർട്ടിസിപ്പൻസിൽ ഒന്നായിരുന്നു ഗാൽഗോത്തിയ യൂണിവേഴ്സിറ്റി. അവരവിടെ ചൈനീസ് റോബോയെ അവരുടേതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു, സമ്മതിച്ചു. അവരെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു വ്യാജ ക്ലെയിം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ അത് AI ഇമ്പാക്ട് സമ്മിറ്റ് എന്നുള്ള ഉച്ചകോടിയുടെ അതിൻ്റെ ശോഭ എങ്ങനെ കെടുത്തും, അതിൻ്റെ ഒരു മൂല്യം എങ്ങനെ കുറയും? പ്രതിഭ, ഇത് നടത്തിയത് ഒരു യൂണിവേഴ്സിറ്റിയുടെ കലോത്സവമോ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയുമല്ല. ഇന്ത്യ രാജ്യം ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ നമ്മുടെ ഇവിടെ സൂചിപ്പിക്കുക പോലെ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ AI നിക്ഷേപം വരുത്താൻ വേണ്ടി നടത്തിയ ഒരു ഉദ്യമമാണിത്. ആ ഉദ്യമത്തിൽ ഇന്ത്യക്കാരെക്കുറിച്ച് ലോകത്തിന് മുമ്പിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്കാണ് മുറിവേറ്റിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഒരാളെ അങ്ങോട്ട് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു കളവായ കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ PM നിയാസിനല്ല ബാധിക്കുന്നത്, കോൺഗ്രസിനെ പ്രതിനിധിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന് എൻ്റെ ഭാഗത്തൊരു മോശമായ പെരുമാറ്റമുണ്ടായാൽ അത് ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് അവിടെ അവതരിപ്പിക്കുകയും ആ യൂണിവേഴ്സിറ്റി അധികാരികൾ, ഇവിടെ ഞാൻ ഡിന്നി പറഞ്ഞല്ലോ, കേണൽ ഡിന്നി എന്താ പറഞ്ഞത്? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലായി, പണ്ടൊക്കെ അങ്ങനെ പലത് തള്ളാമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് 5 മിനിറ്റ് മതി. ഞാനിവിടെ ഇരുന്നൊരു വിവരക്കേട് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അത് ട്രോൾ ലോകം മുഴുവൻ അറിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് ചെയ്യുന്ന രീതി മുന്നോട്ട് പോകണം. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. കോൺഗ്രസ്, നിങ്ങൾ ഒരു കാര്യം തുറന്നു പറയാനാണെങ്കിൽ, ആരും കമ്പ്യൂട്ടറിനെക്കുറിച്ചും IT മേഖലയെക്കുറിച്ചും ആ വിപ്ലവത്തെ സ്വാഗതം ചെയ്യാത്ത കാലത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എപ്പോഴും അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള അഭിമാനവും ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാര്യവും രാജീവ് ഗാന്ധിയുടെ കാര്യവും PV നരസിംഹറാവുവിൻ്റെ കാലത്തും അതുപോലെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായ സാമ്പത്തിക ഉദാരവൽക്കരണം ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു 7 കപ്പൽപ്പട വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് ഇന്ന് ഈ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് വരുമോ? വരാതിരിക്കാൻ കാരണം എന്താ? ഇന്ത്യയുടെ നട്ടെല്ല് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്നതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാർക്കുമല്ല. അത് ലോകത്തിന് മുമ്പിൽ അത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ്. അന്ന് വലിയ സാമ്പത്തികമായ ശക്തി പോലുമല്ല. ഇന്ത്യക്ക് കാർഷിക മേഖലയിൽ പോലും വലിയ വിപ്ലവം അവകാശപ്പെടാൻ പറ്റാത്തൊരു കാലത്ത് പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു സത്വത്തിനെ അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും ഒക്കെ സാധിച്ചിരുന്നു. ഇന്നത് സാധിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ മുട്ടിടിക്കുന്നുവെന്ന് എതിരാളികൾ പോലും പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ യശസ് മാറ്റിയ ഒരവസ്ഥയിൽ ഇന്ത്യക്ക് ഒരു ക്ഷീണമുണ്ടാക്കാതിരിക്കാനുള്ള സാഹചര്യം ഇതിൻ്റെ സംഘാടകരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതൃത്വവും കാണിക്കേണ്ടിയിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്നാണ് ഞാൻ അങ്ങനെയൊക്കെ വരാം.